ഇവിടെ തന്നെ 100 അല്ല 200 അല്ല 300 ചെന്ന് നോക്കൂ. ബഹ്റൈനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നല്ല താടിയും അതുപോലെ വട്ടുമുള്ള ആളുകളാണ് തപസ്സിരിക്കുന്നത്. ചെന്ന് നോക്കൂ കുവൈത്തിലേക്ക്, സൗദിയിലേക്ക് ചെന്ന് നോക്കൂ. ആരല്ല? മേത്തയല്ല, രാജഗോപാലല്ല, പട്ടരല്ല, മറിച്ച് അബ്ദുറഹ്മാനും മുഹമ്മദും ഇല്യാസുമാണ് പോയിരിക്കുന്നത്. എന്താണ് അവിടുത്തെ കച്ചവടം? കാണാത്ത സാധനത്തെ കച്ചവടം നടത്തുകയാണ്. എന്തിനെ ആസ്പദമാക്കിയിട്ട്? കേവലം ബ്രോക്കർമാരുടെ ആ വശീകരണത്തെ ആസ്പദമാക്കിയിട്ട്. സ്ക്രീനിൽ എന്താണോ തെളിയുന്നത്, ഒരു കമ്പനിയുടെ ഓഹരിയുടെ മൂല്യം എത്രയാണെന്ന് എന്താണോ സ്ക്രീനിൽ വരുന്നത്, അതിന്മേൽ ഊഹിച്ചുകൊണ്ട് അങ്ങനെ ചൂതാടിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്നത് മുസ്ലിങ്ങളായ ആളുകളാണ്. ചെയ്യാൻ പാടുണ്ടായിരുന്നു? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നീ ഒരു കമ്പനിയുടെ ഓഹരി, ഒരു ഷെയർ, അത് റിലയൻസ് ഗ്രൂപ്പിൻ്റെതായിരുന്നാലും ശരി, അതല്ല അപ്പോളോയുടേതായിരുന്നാലും ശരി, ഏത് ഗ്രൂപ്പിൻ്റെതായിരുന്നു, മഹേന്ദ്രയുടേതാണോ, മഫത്ലാലിൻ്റെതാണോ, അംബാനിയുടേത്, മുകേഷിൻ്റെതാവോ, മറ്റേ ആരുടേതാവട്ടെ, ഒരു ഷെയർ മാർക്കറ്റിൽ നിന്ന് നീ വിളിച്ചെടുക്കുകയാണെങ്കിൽ ആദ്യമായി നീ ചെയ്യേണ്ടത് ആ മൊത്തം ബൃഹത്തായ കമ്പനി ഫുൾ കാണുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഷെയർ, അതിന്റെ ഒരു ഭാഗം, അത് എത്രമാത്രം ഉണ്ടാകുമെന്ന് നിനക്ക് കൃത്യമായി നിന്റെ കണ്ണുകൊണ്ട് ഒരു ബോധ്യം വരുന്നതാണ്. അതിന്റെ മൂല്യം നിനക്ക് തിരിച്ചറിയും. ഈ മൂല്യം തിരിച്ചറിഞ്ഞതിന് ശേഷം നിന്നെ ബ്രോക്കർമാർക്ക് ചതിക്കാനും പറ്റിക്കാനും സാധ്യമല്ല. അതടിസ്ഥാനത്തിൽ നീ വില പറയുക, പറ്റുമെങ്കിൽ എടുക്കുക. അല്ലാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, ഇതൊക്കെയായിരിക്കും സ്ഥിതി എന്നുള്ള ഒരു ഊഹത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആ പരിപാടിക്ക് നിൽക്കാൻ പാടുള്ളതല്ല. വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകം സ്വീകരിച്ചില്ല, ആ ഉപദേശം സ്വീകരിച്ചില്ല. മഹാനവറുകൾ വീണ്ടും പറഞ്ഞു, സലമ് കച്ചവടം എന്ന പേരിൽ ഒരു കച്ചവടം അനുവദനീയമാണ്. അഥവാ ഒരു വിൽപ്പനക്കാരനോട് ഇന്നാലിന്ന ഷർത്തുകളൊത്ത ചരക്ക് എനിക്ക് ഇന്നാലിന്ന തീയതിക്ക് ഇറക്കിത്തരണം, അതിനുള്ള ക്യാഷ് റെഡിയായിട്ടൊന്ന് പിടിച്ചോ. ഇവിടെ കൊള്ളുന്ന ചരക്ക് കൺമുമ്പിൽ കാണുന്നില്ല, പക്ഷേ അതിന്റെ എല്ലാ ഗുണഗണങ്ങളും പറഞ്ഞിരിക്കണം. എന്നിട്ട് പറഞ്ഞു, ആ ചരക്ക് ഏത് അവധിക്കാണോ കിട്ടുന്നത്, അത് കിട്ടി കയ്യോടെ ഏറ്റുവാങ്ങിയതിന് ശേഷം മാത്രമേ ഇനി മറിച്ച് വിൽക്കാൻ പാടുള്ളൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലാണ്. ഇതും അഹല്ലല്ലാഹുൽ ബൈഅയിൽ ഞാൻ കിടന്നു മറിഞ്ഞാൽ എനിക്ക് കിട്ടൂല. ഉസ്താദ് പറഞ്ഞു, ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ഷർത്തുകളൊക്കെയും പറഞ്ഞുകൊണ്ട് ഒരു ചരക്ക് വാങ്ങാം. റെഡി ക്യാഷ് ഇപ്പോൾ കൊടുത്തേക്ക്, 4 മാസം കഴിഞ്ഞിട്ടാണ് ചരക്ക് വരുന്നത്. അതിന് പക്ഷേ USA നിന്ന് വരണം, അതല്ലെങ്കിൽ ബ്രിട്ടനിൽ വരണം. ഇവിടെ ഇറക്കുമതി ചെയ്യാണ്. നമ്മുടെ ബേപ്പൂര് ഇറങ്ങാൻ പോവുകയാണ്, കപ്പലിൽ ഇറങ്ങും, ഷർത്തൊത്ത ആ സാധനം ഇറങ്ങും. പക്ഷേ ആ ചരക്ക് ഞാനാണ് അതിന് ഓർഡർ ചെയ്തത് എങ്കിൽ എനിക്കത് മറിച്ച് വിൽക്കണമെങ്കിൽ, അത് സെയിൽ തുടങ്ങണമെങ്കിൽ, മറ്റാർക്കെങ്കിലും മറിച്ച് വിൽക്കണമെങ്കിൽ, വേറൊരു കമ്പനിക്ക് ഞാൻ കൊടുക്കണമെങ്കിൽ, ആ സാധനം എന്റെ കയ്യിൽ കിട്ടി ഏറ്റുവാങ്ങി അതിനുശേഷമേ പുറത്തേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഖബല് ചെയ്തതിന് മുമ്പ് വിൽക്കാൻ പാടില്ല. ഓഹരി വിപണിയിൽ നടക്കുന്ന ചൂതാട്ടത്തിൽ ഒരു ഭാഗം നടക്കുന്നത് തീരെ ഖബലിന് അവസരം കിട്ടാതെ, ഏറ്റുവാങ്ങാൻ അവസരം കിട്ടാതെ മറിച്ച് വിൽക്കലാണ്. അവധി വ്യാപാരം എന്ന പേരിൽ കുരുമുളകിന് തുടങ്ങി, റബ്ബറിന് തുടങ്ങി, ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾ കാര്യമായിട്ട് തുടങ്ങുകയുണ്ടായി. കോട്ടയം പോലെയുള്ള പ്രദേശങ്ങളിൽ അവധി വ്യാപാരം റബ്ബറിന്റെയും കുരുമുളകിന്റെയും ഇഞ്ചിന്റെയും ഒക്കെ മുകളിൽ മറിഞ്ഞങ്ങ് പോവുകയാണ്, ഖബല് നടക്കാതെ. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇറങ്ങി റിയൽ എസ്റ്റേറ്റിലെ മേഖലയിലേക്ക് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര്, അധ്വാനിക്കാൻ പോവേണ്ട ചെറുപ്പക്കാർ അതിന് പോവാതെ ഭൂമി എടുക്കുക, ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ്, അഥവാ ഖബല് ചെയ്യുന്നതിന് മുമ്പ്, ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ ക്രയവിക്രയത്തിനുള്ള അധികാരം വരെ കിട്ടുമ്പോഴേ ഖബല് പൂർത്തിയാവുകയുള്ളൂ. അല്ലാതെ കൈക്കോട്ട് കൊണ്ട് കൊത്തിയത് കൊണ്ട് ഖബലാവില്ല. ആ ഖബല് നടക്കുന്നതിന് മുമ്പ് മറിച്ച് വിറ്റുകൊണ്ടിരുന്നു. ഈ മറിച്ച് വിൽപ്പനയും ഒരു തരം ചൂതാട്ടമായിട്ടാണ് കലാശിച്ചത്.
വസ്തുവിന്റെ മൂല്യം എത്രയാണെന്ന് മനസ്സിലാക്കാൻ അവസരം കിട്ടിയില്ല. ഞാൻ ഇപ്പോൾ എടുത്തില്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വെപ്രാളം കൊണ്ട് മൂല്യം അളന്ന് മനസ്സിലാക്കാൻ നിൽക്കാതെ കൂട്ടി 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 എടുത്തു. ഇതാണ് റിയൽ എസ്റ്റേറ്റിൽ സംഭവിച്ചത്, ഇതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സംഭവിച്ചത്. ജോലിക്ക് പോവേണ്ട മനുഷ്യന്മാർ ജോലിക്ക് പോവാതെ അവരുടെ മാൻ പവർ സ്ക്രീനിന് മുമ്പിൽ നശിപ്പിച്ചപ്പോൾ അധ്വാനിച്ചാൽ ഭൂമിയിൽ ഉണ്ടാകുന്ന വികസനം മുട്ടിപ്പോയി. പണം കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും അത് ബിസിനസ്സുകളിലേക്ക് അവനവന്റെ ഊർജവും ബ്രെയിനും ചെലവാക്കി ബിസിനസ് പരമായി പുരോഗമിക്കുന്നതിന് പകരം അതിന് നിൽക്കാതെ ഉള്ള ക്യാഷ് മുഴുക്കുകയും ഉള്ളിടത്തു നിന്നെല്ലാം പിൻവലിച്ചുകൊണ്ട് ഓഹരി വിപണിയിലേക്ക് ഇറക്കി. സത്യത്തിൽ റിലയൻസിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്, അഥവാ റിലയൻസിന്റെ പെട്രോൾ ആണെന്ന് വിചാരിക്കുക, അതിന്റെ ഒരു ഷെയറിന് യഥാർത്ഥ മൂല്യം 1000 രൂപയേ ഉണ്ടാവുള്ളൂ. സ്ക്രീനിൽ അതിന്റെ മഹിമ ഇങ്ങനെ കണ്ടപ്പോൾ 100 ആൾ ഇരിക്കുന്ന അവസരത്തിൽ ഒരുത്തൻ വിളിച്ചു കൊടുത്തു, 1000 രൂപക്കുള്ളത് ഒരു ഓഹരിയുടെ ഞാൻ 1500-ന് എടുക്കാൻ തയ്യാറാണ്. നിലം വിളി വന്നപ്പോൾ അവൻ 1500-ന് വിളിക്കുന്നുണ്ട്. മറ്റൊരുത്തൻ കണ്ടപ്പോൾ അവന് തോന്നി ഇപ്പോൾ അംബാനി പൊങ്ങിക്കൊണ്ടേയിരിക്കുകയായിരിക്കും, ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിളിക്കട്ടെ 2000-ന്. അയാൾ 2000-ന് വിളിച്ചപ്പോൾ മറ്റവൻ വിളിക്കുക 3000, 4000. സത്യത്തിൽ ഈ 1000 രൂപയുടെ മൂല്യം പോയിട്ട് അത് 900-ലേക്ക് ഇറങ്ങുകയായിരിക്കും. അംബാനിയുടെ ജ്യേഷ്ഠനും അനിയൻ തമ്മിൽ തല്ലുന്നതിന്റെ പേരിൽ, അമ്മ രണ്ട് ഭാഗത്തും നിൽക്കാത്തതിന്റെ പേരിൽ ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് ഈ സുഫഹാവ് 3000, 4000 വിളിച്ചുകൊണ്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടുപോകുന്നത്. ഈ ക്യാഷ് ഇവരെ എവിടുന്ന് കൊണ്ടുവന്നാ? ഈ ക്യാഷ് ഒരുപക്ഷെ അവരുടെ ഫാദർ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് ഇവിടെ ഇങ്ങനെ എറിഞ്ഞു കളയുന്നത്. അവസാനം ഏതെങ്കിലും ഒരുത്തന് ഇത് പാസ്സായി കിട്ടും. ആ പാസ്സായി കിട്ടുന്ന ചങ്ങാതിയുടെ മുഴുക്കയും അവിടെ തീരുന്ന സന്ദർഭത്തിൽ നേരെ മുമ്പിലുള്ള വ്യക്തി, അവൻ 1000-ൽ തുടങ്ങിയവൻ ഇപ്പോൾ 9000 കിട്ടിയിരിക്കുക. മറ്റവനോട് 9000 കിട്ടി, ലാസ്റ്റ് വിളിച്ചവനോട് ഈ 9000 കിട്ടിയാൾക്ക് എന്തൊരു സന്തോഷം എന്നറിയാം. അയാൾ നേരെ പോകുന്നത് ഇത് പ്രത്യുൽപാദനപരമായ മേഖലയിലേക്ക് ചെലവാക്കാനല്ല, കുറെ ഭാഗം കള്ളു കുടിക്കാനും കുറെ ഭാഗം ചെത്തി നടക്കാനും ബാക്കിയുള്ളത് നാളെ കൊണ്ടുപോയിട്ട് വേറെയും ഓഹരി വിപണിയിൽ എറിയാനുമാണ്. നിരവധി വർഷങ്ങളായി വാൾ സ്ട്രീറ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഈ ഫസാദ് ബഹ്റൈനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ത്യയെ ഉലച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ യൂറോപ്പിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു. 1,50,000-ലേറെ വരുന്ന പട്ടാളക്കാര് ഒരു ദിവസം ഇവിടെ വന്നു നിന്നാൽ, ഇറാഖിൽ വന്നു നിന്നാൽ ആ പട്ടാളക്കാർക്ക് കിട്ടുന്ന ഡോളറിന് കണക്കുണ്ട്. ഒരു മാസം നിന്നാൽ കിട്ടുന്ന ഡോളറിന് കണക്കുണ്ട്. ഈ കിട്ടുന്ന ഡോളറുകളുമായി നാട്ടിലോട്ടെത്തുന്ന ആ ചെറുപ്പക്കാരിലെ US പട്ടാളക്കാർ പ്രത്യുൽപാദനപരമായ മേഖലയിലല്ല അത് കൊണ്ടെറിയുന്നത്, നേരെ സ്ക്രീന് മുമ്പിലേക്കാവും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കാവും. ശമ്പളമായിട്ട് കിട്ടിയിട്ടുണ്ടാകും. ശമ്പളം എന്ന് പറഞ്ഞാൽ നേരിടുന്നുള്ള ശമ്പളമല്ല, ഇറാഖിലെ മക്കളെ കൊന്നതിന്റെ പേരിൽ അവിടുത്തെ പെട്രോൾ കട്ടെടുത്ത ആ ക്യാഷാണ് ശമ്പളമായി കിട്ടുന്നത്. ഈ കിട്ടുന്ന ശമ്പളം അവിടെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം റിയൽ എസ്റ്റേറ്റിലും അതുപോലെ ചൂതാട്ടത്തിലും എറിയുന്നു. എന്താണ് ഈ പട്ടാളക്കാരൻ വിചാരിക്കുന്നത്? എനിക്ക് 30 വയസ്സായി, ആയുഷ്കാലം അത്രയും ജീവിക്കാനുള്ള സമ്പാദ്യം ഈ പറയുന്ന ഓഹരി വിപണിയിൽ കൊണ്ടുപോയി എറിഞ്ഞിട്ട് ചൂതാടിയാൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ 2-3 ദിവസം കളി കളിക്കുമ്പോഴേക്ക് അയാളിതാ നമ്മളെ അമ്പലപ്പറമ്പിൽ നിന്ന് ചൂതാടിയ വ്യക്തി അവസാനം എല്ലാം തീർന്ന് ആത്മഹത്യ ചെയ്യുന്നതിന്റെ വക്കത്തെത്തുന്നു. ഇന്ന് നിരന്തരമായി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് USA-യിൽ, മധ്യവയസ്കരും അല്ലാത്തവരും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 1000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് അഹല്ലല്ലാഹുൽ ബയ എന്ന് പറയുന്ന ആ ഒരു ചെറിയ പദത്തിന്റെ പിറകിൽ മഹാനവറുകൾ മുങ്ങൽ വിദഗ്ധന്മാരെ കടലിന്റെ അടിയിൽ മുങ്ങുന്നത് പോലെ മുങ്ങിയതിന്റെ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഞാൻ പറയുന്നു, ഈ ചൂതാട്ട കേന്ദ്രങ്ങൾ മുഴുക്കെ അടക്കണം. ഫസ്റ്റിൽ അടക്കേണ്ടത് വാൾ സ്ട്രീറ്റ്